ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിലും സംഘപരിവാർ നിയമന വിവാദം. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിൽ ബി.ജെ.പി അനുഭാവികൾക്ക് ഭൂരിപക്ഷം പ്രാതിനിധ്യം. ബി.ജെ.പിയോട് ചേർന്ന് നിൽക്കുന്ന 7-5 പേരെയും സെല്ലിൽ ഉൾപ്പെടുത്തി. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലാണ് നാമനിർദ്ദേശം നൽകിയത്. കോൺഗ്രസ് അനുകൂല സംഘടനയിൽ നിന്ന് 3 പേർ മാത്രമാണ് ഉൾപ്പെട്ടത്. അക്കാഡമിക് മികവുള്ള പലരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകി. അധ്യാപക നിയമനങ്ങളും നാക് അക്രഡിറ്റേഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഈ സെല്ലാണ്. ഗോപാൽ ശീലാസ് അനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഇപ്പോ നമുക്ക് എണ്ണി പറയാൻ കഴിയാത്തത്ര തരത്തിൽ ഉള്ള നിയമനങ്ങൾ എല്ലാ സർവകലാശാലകളിലും തന്നെ നടക്കുകയാണ്. മോഹൻ കുന്നുമലിന്റെ ഇടപെടലും തുടരുകയാണ്. സിൻഡിക്കേറ്റ് അഭിപ്രായ വ്യത്യാസം അറിയിക്കാം എന്നതിനപ്പുറത്ത് എന്താണ് സാധ്യത? ഇനി സാധ്യതയൊന്നുമില്ല മധു. കാരണം ഇതിനോടൊപ്പം തന്നെ ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ് IQAC സെല്ലിൽ ഉൾപ്പെട്ടത് എന്ന് കാട്ടിക്കൊണ്ട്. നമ്മൾ കണ്ടതാണ് MG സർവകലാശാലയിൽ അവിടുത്തെ വൈസ് ചാൻസലർ സെനറ്റിലേക്ക് BJP പശ്ചാത്തലമുള്ളവരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ച എന്നോണം കേരള സർവകലാശാലയും ഇത്തരത്തിൽ ഒരു നിയമനം നടന്നിരിക്കുന്നു. 7 പേരിൽ 5 പേരെയും BJP ചായ്വുള്ളവരെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളുള്ള കോൺഗ്രസ് അധ്യാപക സംഘടനയിൽ നിന്ന് 3 പേരെ മാത്രമാണ് ഈ സെല്ലിലേക്ക് നിയമിച്ചിട്ടുള്ളത്. പ്രധാനമായും അധ്യാപക നിയമനങ്ങളുടെ അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന, അതിനോടൊപ്പം തന്നെ നാക് അക്രഡിറ്റേഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ തുടങ്ങിയവയാണ് ഈ സെല്ലിന്റെ പ്രധാനപ്പെട്ട ചുമതല. അതായത് സർവകലാശാലയിൽ ഏതൊക്കെ അധ്യാപകർ ജോലി ചെയ്യണം, നാക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഈ സെല്ലാണ്. ആ സെല്ലിലേക്കാണ് BJP ഭൂരിപക്ഷമുള്ളവരെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. വൈസ് ചാൻസലറുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണ് ഇത് എന്നതാണ് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതോടുകൂടി തന്നെ വ്യക്തമാകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള അതൃപ്തിയും അമർഷവും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. കൃത്യമായ എതിർപ്പും അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയിൽ ഈ പുനഃസംഘടന പരിശോധിക്കണമെന്നും കൃത്യമായിട്ടുള്ള അക്കാദമിക യോഗ്യതയുള്ള ക്വാളിഫിക്കേഷനുള്ള അധ്യാപകരെ നിയമിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വൈസ് ചാൻസലർക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ ഉള്ള ഡയറക്ടർ, അതായത് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ തസ്തികയിലുള്ള അധ്യാപകരെ ഇതിനോടകം മാറ്റിയിട്ടില്ല. അവർ CPM അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ്. കൂടാതെ തന്നെ കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള സർക്കാർ നാമനിർദ്ദേശം ചെയ്ത RS ശശികുമാർ, നൌഷാദ് തുടങ്ങിയവരും ഈ സെല്ലിൽ തുടരുന്നുണ്ട്. അപ്പോഴും അധ്യാപക സംഘടനയെ പാടെ അവഗണിച്ചതിനും BJP സംഘടനയെ, അതായത് BJP അധ്യാപക സംഘടന ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനം രൂപീകരിച്ച സംഘടനയാണ് കേരള സർവകലാശാലയിൽ. അതിൽ നിന്നുള്ളവരെ മൃഗീയ ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് അതിലേക്ക് ചുമതലപ്പെടുത്തിയത് വലിയ തരത്തിലേക്കുള്ള അതൃപ്തിയും എതിർപ്പും ഉയരാൻ സാധ്യത കാരണമായി. ഗോപാൽ ശീലാസനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിലേക്കാണ് BJP അനുഭാവികൾക്ക് വീണ്ടും പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത്. മോഹൻ